ബ്ലാക്ക് ഹ്യൂമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെന്നൽ ക്ലീനിങ്ങിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ പെറ്റ്സിൻ്റെ കൂട് ഹൈജീനായി സൂക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. 2 പ്രൊഡക്റ്റുകളാണ് ഇതിനായി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ നായക്കൂട്. ഇതിൻ്റെ നിലം ഇൻ്റർലോക്സ് ഉപയോഗിച്ച് വാട്ടർ ലെവൽ ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് വെള്ളം ഒഴിഞ്ഞു പോകാനും എപ്പോഴും ഡ്രൈ ആയി കിടക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. വേസ്റ്റ് വെള്ളം ഒഴിഞ്ഞു പോകാനായി ഒരു പൈപ്പ് ഉപയോഗിച്ച് നമ്മളൊരു ടാങ്ക് പുറത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിലൂടെ മാത്രമാണ് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോവുള്ളൂ. അതിനാൽ നമ്മുടെ ചുറ്റുപാട് എപ്പോഴും നീറ്റും ക്ലീനുമായി കിടക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. വെറ്റ് സേഫിൻ്റെ കെന്നൽ വാഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. സാധാരണ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസോ ലിക്വിഡ്സോ ഒരിക്കലും നായക്കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ 20 ml ലിക്വിഡാണ് എടുക്കുന്നത്. ബോട്ടിൽ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു മെഷർമെൻറ്റ് ഭാഗമുണ്ട്. അതിനകത്തേക്ക് ലിക്വിഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിറയും. ലിക്വിഡ് വേസ്റ്റായി പോവാതിരിക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. സാധാരണ ലിക്വിഡ്സ് യൂസ് ചെയ്താൽ സ്കിൻ അലർജി അതുപോലെ തന്നെ രോമം കൊഴിഞ്ഞു പോകലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രോഡക്റ്റിന് സ്കിൻ അലർജിയോ അതുപോലുള്ള മറ്റ് സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. പോരാത്തതിന് വൈറസുകൾ, ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണ്. ഈ പ്രൊഡക്റ്റ് പാർവോ വൈറസിനെ ചെറുക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പാർവോ വൈറസ് പ്രസൻ്റ് ആണെങ്കിൽ 18 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വരുന്നത്. തിങ്ക് സേഫ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇത് കുറച്ച് റേറ്റ് കുറവാണ്. നമുക്ക് 349 രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത്. 2 ലിറ്റർ പാക്ക് വരുന്നുണ്ട് അതിനകത്ത്. വെറ്റ് സേഫ് കെന്നൽ വാഷിന് 552 രൂപ വരുന്നുണ്ട് 1 ലിറ്ററിന്. തിങ്ക് സേഫിനെ അപേക്ഷിച്ച് വെറ്റ് സേഫിന് നല്ല സ്മെല്ലാണ്. കുറേ നേരം സ്മെല്ല് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈച്ച അതുപോലെ ഇൻസെക്ട്സ് വരുന്നത് ഒരു പരിധി വരെ വെറ്റ് സേഫ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട് കഴുകാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ വെള്ളം മാത്രം ഉപയോഗിച്ച് കൂട് ആദ്യം വൃത്തിയാക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് നമ്മളതിലേക്ക് ഒഴിക്കുന്നു. ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് അവിടെ ലിക്വിഡ് ആയതിനു ശേഷം നമ്മൾ ഒരു നല്ല ബ്രഷ് എടുത്തിട്ട് അത് ഉരച്ച് കഴുകുക. വീണ്ടും വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഒന്നുകൂടെ ബ്രഷ് കൊണ്ട് ഉരയ്ക്കണം. മുഴുവനായി ലിക്വിഡിൻ്റെ പത കഴുകിക്കളയാൻ അത് സഹായിക്കും. ഇപ്പോൾ കൂട് നന്നായി വൃത്തിയായിട്ടുണ്ട്. തറ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ ഡോഗിനെ നമുക്ക് കൂടിനകത്തേക്ക് കയറ്റാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക.